ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്കോറാസ് മൈലേക്ക് സ്വാഗതം. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോയിലൂടെ എടുക്കാം. 2022 ഖത്തറിന്റെ മണ്ണിലേക്ക് എല്ലാ ജനങ്ങളും ലോകം മുഴുവനും ഒറ്റുനോക്കിയ സമയം. ഒരുപാട് പ്രഡിക്ഷൻസ് ആണ് ആ ഒരു സമയത്ത് ഉയർന്നു വന്നത്. മിക്ക പ്രഡിക്ഷൻസും അവസാനിച്ചത് ബ്രസീലിയൻ സൂപ്പർ താരമായിട്ടുള്ള നെയ്മറിന്റെ കാലിനടിയിലാണ്. അത്രയ്ക്കും സ്ട്രെങ്ത് ആയിരുന്നു ആ ഒരു സ്കോഡ്. നമ്മളെല്ലാവരും കണ്ടൊരു കാര്യമാണ്. ആ ഒരു സ്കോഡ് എന്ന് പറയുന്നത് അത്രയ്ക്കും സ്ട്രെങ്ത് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എങ്ങനെ പോയാലും പ്രഡിക്ഷൻ അവസാനിക്കുന്നത് ബ്രസീലിലാണ്. ബ്രസീൽ അല്ലെങ്കിൽ മറ്റൊരു ടീം എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിന്റെ സ്കോഡും ഒട്ടും കുറവല്ലാത്ത രീതിയിൽ അത്രയ്ക്കും സ്ട്രെങ്ത് ആയിരുന്നു. വളരെ ചുരുക്കം പേര് മാത്രമാണ് അർജന്റീനൻ സൂപ്പർ താരം അല്ലെങ്കിൽ ഇതിഹാസം എന്ന് പറയുന്നത് ലയണൽ മെസ്സി അല്ലെങ്കിൽ പോർച്ചുഗീസ് സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ അടിക്കാനുള്ള സാധ്യതകളുണ്ടെന്ന് പറഞ്ഞത്. കാരണം രണ്ടുപേരുടെയും അവസാന വേൾഡ് കപ്പ് ആവാനുള്ള സാധ്യതകൾ ഒരുപാട് കൂടുതലാണ്. അതുകൊണ്ട് ഇവരിൽ ആരെങ്കിലും അടിക്കാൻ സാധ്യതയുണ്ടെന്ന് വളരെ ചുരുക്കം പേരാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ മിക്ക പ്രഡിക്ഷൻസും അവസാനിച്ചിരുന്നത് ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മറിന്റെ കാലുകളിലേക്കാണ്. അങ്ങനെ മത്സരം ആരംഭിച്ചു. അർജന്റീന vs സൗദി അറേബ്യ. ആദ്യ മത്സരം 2 ഷോട്ട് ഓൺ ടാർഗറ്റുകൾ മാത്രമാണ് സൗദി അറേബ്യ അടിച്ചത്. അത് രണ്ടും ഗോളായി മാറുന്നു. അർജന്റീന അവിടെ പരാജയപ്പെടുന്നു. ആദ്യ മത്സരം തന്നെ അർജന്റീന പരാജയപ്പെടുന്നു. ഇനി വേൾഡ് കപ്പ് അടിക്കാൻ അർജന്റീനക്ക് സാധിക്കുമോ? ഇല്ല, ഒരിക്കലുമില്ല. അത്രയ്ക്കും ഒരുപാട് പേര് പറഞ്ഞു ഇല്ല, ഇനി ഒരിക്കലും അർജന്റീനക്ക് തിരിച്ചു വരാൻ കഴിയില്ല. കാരണം അത്രയ്ക്കും ട്രോളുകൾ, അത്രയ്ക്കും പരിഹാസങ്ങളാണ് മെസ്സി ആ ഒരു സമയത്ത് നേരിട്ടത്. വേർ ഇസ് മെസ്സി, മെസ്സി 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 നോ മെസ്സി. സൗദി അറേബ്യയുമായിട്ട് അർജന്റീന പരാജയപ്പെട്ട ആ നിമിഷം 2 ഷോട്ട് ഓൺ ടാർഗറ്റുകൾ മാത്രം 2-1 കളി തോറ്റു. ഇനി അർജന്റീനക്ക് 2022 വേൾഡ് കപ്പ് അടിക്കാനുള്ള സാധ്യതയുണ്ടോ? ഫിഫ റാങ്കിംഗ് 50-ന് മുകളിലുള്ള ടീമുമായിട്ടാണ് അർജന്റീന ആദ്യം പരാജയപ്പെട്ടത് ആദ്യ കളി. ഇനി ഒരിക്കലും 2022 വേൾഡ് കപ്പ് ലയണൽ മെസ്സി സ്വന്തമാക്കാനുള്ള സാധ്യതയില്ല. അവസാനിച്ചു. ആ ഒരു സമയത്ത് എല്ലാ പ്രതീക്ഷകളും അവസാനിച്ചു. അടുത്ത മത്സരം വന്നു. അർജന്റീന vs മെക്സിക്കോ. എതിർ ടീമിന്റെ വല കകന്നു. ഒച്ചാവോ, ലയണൽ മെസ്സി ഗോൾ അടിക്കാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല, ഒരിക്കലും പറ്റില്ല. കാരണം സൗദി അറേബ്യ ലയണൽ മെസ്സിയെ തളച്ചിട്ടു. പിന്നെയാണോ മെക്സിക്കോക്ക് പറ്റായി? മത്സരം ആരംഭിച്ചു. ആദ്യ പകുതിയിൽ സമനില. രണ്ടാം പകുതിയിലേക്ക് കടന്നപ്പോൾ മത്സരത്തിന്റെ 64-ാം മിനിറ്റിലാണ് മാലാഗയിൽ നിന്ന് ബോൾ സ്വീകരിച്ചുകൊണ്ട് ഒട്ടും ടൈം എടുക്കാതെ ലയണൽ മെസ്സി ഒരു ഗ്രൗണ്ട് ഷോട്ട് കൊടുക്കുന്നത്. ഗോൾ. അത് ഗോളായി മാറി. ഒരുപാട് പ്രതീക്ഷ നൽകിയ ആ ഒരു നിമിഷം ഒട്ടും വൈകാതെ കളിയുടെ 87-ാം മിനിറ്റിൽ ലയണൽ മെസ്സിയിൽ നിന്ന് സുന്ദര പാസ് നേടിയ എൻസോ ഫെർണാണ്ടസ് വളരെ മനോഹരമായി കൊണ്ട് രണ്ടാമത്തെ ഗോളും അർജന്റീനക്ക് സ്വന്തമാക്കി കൊടുത്തു. മത്സരം വിജയിച്ചു. എല്ലാവർക്കും പ്രതീക്ഷ നൽകി ലയണൽ മെസ്സി എന്ന രാജാവ്. അടുത്ത മത്സരം ലെവൻഡോസ്കിയുമായിട്ട്. അർജന്റീന vs പോളണ്ട്. വിജയിക്കുമോ? തീർച്ചയായിട്ടും വിജയിക്കും. കാരണം ലയണൽ മെസ്സി ഓൾറെഡി മെക്സിയുമായിട്ടുള്ള മത്സരത്തിൽ ജീവൻ എല്ലാ ആരാധകർക്കും കൊടുത്തു കഴിഞ്ഞു. നമ്മളെല്ലാവരും പ്രതീക്ഷ പോലെ തന്നെ പോളണ്ടിനെ 2-0 പരാജയപ്പെടുത്തി. മെക്കലിസ്റ്ററും അതുപോലെ തന്നെ അൽവാറസും അർജന്റീനക്ക് വേണ്ടി ഗോൾ നേടി. അങ്ങനെ അർജന്റീന നോക്കൌട്ട് സ്റ്റേജിൽ എതിരാളികൾ 6 ഓസ്ട്രേലിയ. വിജയിക്കുമോ? നമ്മൾ വീണ്ടും പറഞ്ഞു വിജയിക്കും. കാരണം ലയണൽ മെസ്സി ഓൾറെഡി ആരാധകർക്ക് ജീവൻ കൊടുത്തു കഴിഞ്ഞു. പോളണ്ടുമായിട്ടും മെക്സിക്കോമായിട്ടും വളരെ മിന്നുന്ന ഫോമിലാണ് ലയണൽ മെസ്സി കൂട്ടരും. അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയ വളരെ ഈസിയായി കൊണ്ട് പരാജയപ്പെടുത്താമെന്ന് നമ്മളെല്ലാവരും വിചാരിച്ചു. അതുപോലെ തന്നെ നടന്നു. 35-ാം മിനിറ്റിൽ ലയണൽ മെസ്സിയിൽ നിന്നൊരു ഗോള്, അതുപോലെ തന്നെ 57-ാം മിനിറ്റിൽ അൽവാറസിൽ നിന്നൊരു ഗോള്. വളരെ ഈസിയായി കൊണ്ട് ഓസ്ട്രേലിയ 2-1 അർജന്റീന പരാജയപ്പെടുത്തിക്കൊണ്ട് ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നു. അങ്ങനെ ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തി. എതിരാളികൾ നെതർലാൻഡ്. വിജയിക്കുമോ എന്നുള്ള ചോദ്യത്തിന് ഒരു ഉത്തരമില്ല. കാരണം വളരെ ടഫായിട്ടുള്ള ഒരു ടീം തന്നെയാണ് നെതർലാൻഡ് എന്ന് പറയുന്നത്. അങ്ങനെ മത്സരം ആരംഭിച്ചു. 17 യെല്ലോ കാർഡും ഒരു റെഡ് കാർഡും കണ്ട മത്സരമായിരുന്നു. 35-ാം മിനിറ്റിൽ ലയണൽ മെസ്സിയിൽ നിന്ന് മൊലീന ഗോൾ സ്വീകരിക്കുന്നു അർജന്റീനക്ക് വേണ്ടി. അതുപോലെ തന്നെ 73-ാം മിനിറ്റിൽ പെനാൽറ്റി അടിച്ചുകൊണ്ട് ലയണൽ മെസ്സി അർജന്റീന ലീഡ് 2-0 ഉയർത്തി. പക്ഷേ അടി അവസാനിക്കുന്നില്ല. അങ്ങനെ 83-ാം മിനിറ്റിൽ വെഗോസിൽ നിന്നൊരു ഗോൾ, അതുപോലെ തന്നെ 90 മിനിറ്റിന് ശേഷം വെഗോസിൽ നിന്ന് രണ്ടാമത്തെ ഗോൾ നേടിക്കൊണ്ട് മത്സരം സമനിലയിൽ അവസാനിച്ചു. പെനാൽറ്റിയിലേക്ക് പോയ മത്സരം ഇമിലിയാനോ മാർട്ടിനസ് ആണ് അർജന്റീന വലകാക്കാൻ പോകുന്നത്. അദ്ദേഹം തെളിയിച്ചു അന്ന് അദ്ദേഹത്തിന് പെനാൽറ്റി എന്ന് പറയുന്നത് വളരെ പുഷ്പമായിട്ടുള്ള ഒരു കാര്യമാണെന്ന്. അർജന്റീനക്ക് വേണ്ടി 2 സേവുകൾ നേടിക്കൊണ്ട് അർജന്റീനയെ സെമി ഫൈനൽ എന്ന തട്ടകത്തിൽ എമിലിയാനോ മാർട്ടിനസ് എത്തിച്ചു. സെമി ഫൈനലിൽ അർജന്റീന നേരിടാൻ പോകുന്നത് ക്രൊയേഷ്യയെ. അങ്ങനെ സെമി ഫൈനൽ എത്തിയപ്പോൾ എതിരാളികൾ ക്രൊയേഷ്യ. ബ്രസീൽ എന്ന ഇതിഹാസങ്ങളെ തോൽപ്പിച്ചുകൊണ്ടാണ് മോഡ്രിച്ചും ടീമും വരുന്നത്. പേടി തന്നെയായിരുന്നു. പക്ഷേ കളി തുടങ്ങിയപ്പോൾ ലയണൽ മെസ്സി ക്രൊയേഷ്യൻ പ്ലെയറിനെ തന്റെ കാലിനകത്തുള്ള കളിപ്പാട്ടങ്ങളാക്കി മാറ്റിക്കളഞ്ഞു. 34-ാം മിനിറ്റിൽ പെനാൽറ്റിയിൽ നിന്ന് ലയണൽ മെസ്സി ഗോൾ സ്വീകരിച്ചു. 39-ാം മിനിറ്റിൽ അൽവാറസ് അർജന്റീനക്ക് വേണ്ടി ഗോൾ നേടിക്കൊടുത്തു. 69-ാം മിനിറ്റിൽ മികച്ച പെർഫോമൻസിലൂടെ ലയണൽ മെസ്സിയുടെ അസിസ്റ്റിൽ നിന്ന് അൽവാറസ് വീണ്ടും അർജന്റീനക്ക് ഗോൾ നേടിക്കൊടുത്തു. അങ്ങനെ 3-0 ക്രൊയേഷ്യ സെമി ഫൈനലിൽ അർജന്റീന പരാജയപ്പെടുത്തി ഫൈനലിലേക്ക് കടന്നു. എതിരാളികൾ ഫ്രാൻസ്.
തീർച്ചയായിട്ടും നല്ലൊരു കനത്ത മത്സരമായിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകർ എല്ലാവരും കളി കാണാൻ വേണ്ടി ഒരുങ്ങിയത്. പക്ഷേ ഫസ്റ്റ് ഹാഫിൽ കണ്ടത് ഒന്നുമല്ല, അർജന്റീനയുടെ വിളയാട്ടമായിരുന്നു. ഫസ്റ്റ് ഹാഫ് കണ്ട നമ്മളെല്ലാവരും പറഞ്ഞു അർജന്റീന പുഷ്പം പോലെ വിജയിക്കും, 2022 വേൾഡ് കപ്പ് സ്വന്തമാക്കുമെന്ന്. അങ്ങനെ ഫസ്റ്റ് ഹാഫിൽ 23-ാം മിനിറ്റിൽ ലയണൽ മെസ്സി പെനാൽറ്റി ഗോളാക്കി. അതുപോലെ തന്നെ 36-ാം മിനിറ്റിൽ ഡീമറിയ മാലാഗ അർജന്റീനയ്ക്ക് വേണ്ടി ഗോൾ നേടി. ഫസ്റ്റ് ഹാഫിൽ ഫ്രാൻസിന്റെ കളി പറയുകയാണെങ്കിൽ ഒന്നുമില്ല, വളരെ വട്ടപൂജ്യം എന്നാണ് ഫസ്റ്റ് ഹാഫിൽ ഫ്രാൻസിന്റെ പ്രകടനത്തെക്കുറിച്ച് പറയാൻ പറ്റുന്നത്. അതിനുശേഷം ഫ്രാൻസിന്റെ കോച്ച് കളിയൊന്ന് മാറ്റി ഏജ്ഡ് ആയ പ്ലേയേഴ്സിനെ വലിച്ചുകൊണ്ട് യങ്സ്റ്റേഴ്സിനെ കളത്തിലിറക്കി. കളിയുടെ ഗതികൾ ആകെ മാറി. 80-ാം മിനിറ്റിൽ ആദ്യ പെനാൽറ്റി കിലിയൻ എംബാപ്പ ഗോളാക്കി മാറ്റി. 81-ാം മിനിറ്റിൽ അടുത്ത നിമിഷം കിലിയൻ എംബാപ്പ മറ്റൊരു ഗോൾ ഫ്രാൻസിന് വേണ്ടി ഉറപ്പിച്ചു. അതിനുശേഷം കളിയുടെ 108-ാം മിനിറ്റിലാണ് ലയണൽ മെസ്സി വീണ്ടും അർജന്റീനയ്ക്ക് വേണ്ടി ഗോൾ നേടിയത്. അതിനുശേഷം 118-ാം മിനിറ്റിൽ കളിയുടെ അവസാന സമയത്താണ് കിലിയൻ എംബാപ്പ മറ്റൊരു പെനാൽറ്റി കൂടി നേടിയെടുത്തത്. അങ്ങനെ കളി സമനിലയിൽ. കളി വീണ്ടും പെനാൽറ്റിയിലേക്ക്. പെനാൽറ്റിയിൽ അർജന്റീനയുടെ വല കാക്കുന്നത് എമിലിയാനോ മാർട്ടിനസ്. പറയാൻ മറ്റൊന്നുമില്ല, പെനാൽറ്റി വളരെ പുഷ്പം പോലെ കൈകാര്യം ചെയ്യുന്ന വ്യക്തി തന്നെയാണ് അദ്ദേഹം. തീർച്ചയായിട്ടും അദ്ദേഹം ഫൈനലിലും അതുപോലത്തെ ഒരു പ്രകടനം തന്നെയാണ് കാഴ്ചത്. അങ്ങനെ അർജന്റീന 2022 വേൾഡ് കപ്പിൽ മുത്തമിട്ടു. അങ്ങനെ ലയണൽ മെസ്സി തന്റെ കരിയറിൽ വേൾഡ് കപ്പും കൂടി സ്വന്തമാക്കി. അങ്ങനെ ജനങ്ങളെല്ലാവരും ലോകം മുഴുവനും അദ്ദേഹത്തെ വിളിച്ചു എ കംപ്ലീറ്റ് പ്ലെയർ, സാക്ഷാൽ ഇതിഹാസം ലയണൽ മെസ്സി. തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ഇപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ആ ഒരു സമയം ഒന്നും കൂടി നമ്മളെ ലൈഫിലേക്ക് വന്നിരുന്നെങ്കിൽ. അത്രയ്ക്കും എനർജി നമ്മളെല്ലാവരും ഒത്തുകൂടി കളി കാണുന്നു, ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒത്തുകൂടി കളി കാണുന്നു. അതുപോലെ അതിനോടൊപ്പം തന്നെ അതിന് എനർജി, അതിന് വീര്യം കാണിക്കുന്ന ആ ഒരു സമയം അതൊന്നും കൂടി നമ്മളെ ലൈഫിലേക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഒരുപാട് പേര് ഇപ്പോഴും ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള കമൻറ്റുകൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ലയണൽ മെസ്സി സ്കോർ ചെയ്ത ഗോളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗോൾ ഏതായിരിക്കും എന്നുള്ളതും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് അടിക്കണം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, ഇറ്റ്സ് മീ സ്കോറേഴ്സ് മൈറ്റ്.